നമസ്കാരം. ഇന്ത്യക്കെതിരെ വീണ്ടും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഏത് നിമിഷവും ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഭീഷണി മുഴക്കുന്നത്. ഖോജ ആസിഫ് ഒരു പാകിസ്ഥാൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് എത്തുമെന്നും ഇത് വലിയ തോതിലുള്ള ദോഷം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കും എന്നുമാണ് ആസിഫ് ഇപ്പോൾ ആരോപിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥിതിഗതി ഉണ്ടാവുകയും വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ഇന്ത്യയായിരിക്കും എന്നുമാണ് ഇപ്പോൾ ഖോജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും ഇയാൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഇന്ത്യ അവഗണിക്കുകയായിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്തൊക്കെ വീരവാദങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും തന്നെ ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായ ധാരണയുള്ള കേന്ദ്ര സർക്കാരാകട്ടെ ഇയാൾക്ക് പലപ്പോഴും മറുപടി നൽകാറുമില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ തന്നെ അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന തീവ്രവാദികളെ നേരിടുന്നതിനുള്ള നടപടി ഒരിക്കലും പാകിസ്ഥാൻ്റെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, ഇത് പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ തകർക്കാൻ വേണ്ടി മാത്രമാണ് നടത്തിയത് എന്നും ഇന്ത്യ പറയുകയും അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ഈ അംബാസഡർമാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഇപ്പോഴും നിരന്തരമായി ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലാണ് മുഴുകിയിരിക്കുന്നത്. നിരവധി ലോക നേതാക്കൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടാണ് ശരി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഈ മേഖലയിൽ എത്രയും വേഗം സമാധാനം കൈവരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനാക് ആകട്ടെ ഇന്ത്യ അവിടെ നടത്തിയത് തീവ്രവാദികളെ നേടാനുള്ള ആക്രമണം മാത്രമാണ് എന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തീവ്രവാദത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഋഷി സുനാക് തൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇന്ത്യ തയ്യാറായാൽ ആണവായുധം പ്രയോഗിക്കും എന്നാണ് ഖോജ ആസിഫ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കൻ സർക്കാർ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്ക അവരോട് നിർദ്ദേശിച്ചത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തീരുമാനം നിങ്ങൾ എടുക്കരുത് എന്നാണ്. ഈ ഒരു രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് അമേരിക്ക പാകിസ്ഥാൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാൻ ഒരിക്കലും പ്രാപ്തമല്ല എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള വീമ്പടികൾ നടത്താനല്ലാതെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളത് 100% ഉറപ്പായ കാര്യവുമാണ്. ആണവായുധവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ഇന്ത്യയും പ്രതികരിക്കുമെന്ന് മാത്രമാണ്. അതല്ലാതെ ഇന്ത്യ നേരിട്ട് അവിടെ ആണവായുധം പ്രയോഗിക്കുമെന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ഇത് വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരോടും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യ നടത്തിയത് ഒരു യുദ്ധമാണെന്നും പാകിസ്ഥാനിലെ സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുമുള്ള പാകിസ്ഥാൻ്റെ ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് പിന്നാലെ തന്നെ കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരമായി ഷെല്ലാക്രമണം നടത്തിയിരുന്നു. 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യവും ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ വളരെ കൃത്യമായി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. ആഗോള തീവ്രവാദത്തിനെതിരെ ഇസ്രായേലും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അവിടെയാണ് പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെ തങ്ങൾക്കെതിരെ വലിയൊരു നീക്കം നടക്കും എന്ന് ഭയമുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അന്തം വിട്ട പ്രസ്താവനകൾ നടത്തുന്നത്. തങ്ങളുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതിലൂടെ തന്നെ പാകിസ്ഥാൻ കാട്ടുന്നത് വലിയൊരു അബദ്ധമായിരിക്കും എന്നുള്ളതാണ് പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ അവധാനതയോടുകൂടി, വളരെ ആലോചിച്ച് ശാന്തതയോടുകൂടി തന്നെയാണ് തീരുമാനങ്ങളെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടന്ന് 2 ആഴ്ച ആയിട്ടാണ് ഇന്ത്യ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. എല്ലാ കാര്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.